ഡോവർ കാസിൽ. ഡോവർ കാസിലേക്കുള്ള യാത്രയിൽ ഞാൻ ആലോചിച്ചത് ആ കോട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പിന്നെ അതിൻ്റെ കാലാതീതമായി നിലകൊണ്ടുവരുന്ന ആ സൗന്ദര്യത്തെക്കുറിച്ചും. നാം വിശ്വസിക്കുന്നത് പ്രസിദ്ധമായ 1066 നോർമൻ അധിനിവേശത്തിനു ശേഷം കിങ് ഹാരി രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാണ്. അതിനുശേഷം ഒട്ടനവധി കൂടിച്ചേരലുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഡോവർ കാസിലിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് കീ ടു ഇംഗ്ലണ്ട് എന്നാണ്. അതും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കുള്ള കവാടമെന്ന്. അങ്ങനെ വിശേഷിപ്പിക്കാവുന്നതിന് കാരണം അത് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്തിൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. പല ചരിത്രകാരന്മാരും ഇന്നും ഡോവർ കാസിലിനെ വിശേഷിപ്പിക്കുന്നത് ഡോവർ കാസിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഒരു നിർമ്മിതിയായിട്ടാണ്. എന്നാൽ മറ്റു ചിലർ അതിനെ വിൻസർ കാസിലാണ് എന്നും പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഒട്ടനവധി പ്രാധാന്യമുള്ള സംഭവങ്ങൾ അരങ്ങേറിയ ഒരു പ്രദേശവും ഒരു കാസിലുമാണിത്. ഒട്ടനവധി ആക്രമണങ്ങൾക്കും ഈ കാസിൽ വിധേയമായിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ 1216 ആദ്യ ബാരോൺ വാറിനും അതിനുശേഷം 1779 അമേരിക്കൻ റവല്യൂഷണറി വാറിനും ഇവിടം ആക്രമണത്തിന് വിധേയമായിരുന്നു. ഡോവർ കാസിലിനെ എല്ലായിടത്തും എല്ലാ കാലഘട്ടങ്ങളിലും വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടനിലെ ഡിഫൻസീവ് ടൗണെന്നും ഡിഫൻസീവ് ടൗൺ കാസിലും എന്നാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫൻസീവായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്നാം ലോക മഹായുദ്ധത്തിലും കനത്ത ബോംബാക്രമണത്തിനും ഷെല്ലിങ്ങിനുമെല്ലാം ഇവിടം വിധേയമായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1939 മുതൽ ഈ കോട്ടയിലെ തുരങ്കങ്ങൾ ഇംഗ്ലീഷ് ചാനലിൻ്റെ കേന്ദ്രബിന്ദുമായി ഇവിടെ ഇരുന്നു കൊണ്ട് നാവിക ഓപ്പറേഷൻ്റെ ഒരു തലസ്ഥാനമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ ബ്രിട്ടീഷ് ആർമി ഇവാക്യുവേഷൻ ഉണ്ടായിരുന്നതും അതിൻ്റെ മാസ്റ്റർ മൈൻഡുമെല്ലാം ഡോവർ കാസിലായിരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. 2 ലക്ഷത്തിലധികം ആൾക്കാർ പ്രസിദ്ധമായ ഡൺക്രിക് ഇവാക്യുവേഷൻ്റെ സമയത്ത് ഈ നഗരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്ത് ഡോവർ നഗരം ആയുധധാരികളായ പട്ടാളക്കാരെ കൊണ്ടും നാവികരെ കൊണ്ടും സെയിലേഴ്സിനെ കൊണ്ടുമെല്ലാം നിറഞ്ഞതായിരുന്നു എന്നും ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡോവർ കാസിലെ ടണലുകളും വളരെ പ്രസിദ്ധമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ടണലുകൾ ഉപയോഗിച്ചിരുന്നത് സ്റ്റോറേജിനും താമസ സൗകര്യങ്ങൾക്കും പിന്നീട് ഡിഫൻസീവായ മെക്കാനിസത്തിനും വേണ്ടിയാണ്. എന്നാൽ യുദ്ധകാലങ്ങളിൽ ഈ ടണൽ പട്ടാളക്കാരെ കൊണ്ടും അവരുടെ യുദ്ധ സാമഗ്രികളെ കൊണ്ടും നിറഞ്ഞതായിരുന്നു. നെപ്പോളിയനിക് യുദ്ധകാലഘട്ടങ്ങളിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിലും ഈ ടണൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ യുദ്ധ സന്നദ്ധമായ കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ ഡിഫൻസീവ് മെക്കാനിസത്തിൻ്റെ ഒരു ഏടായിട്ടും ഈ ടണലുകൾ പ്രവർത്തിച്ചിരുന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു എങ്കിൽ പോലും. ഈ കാസിലെ യാത്രയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ആ കാലഘട്ടങ്ങളിൽ ഈ കാസലുകൾ ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ അവിടെ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപവും നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ വിശാലമായ കിച്ചണും വളരെ വിശാലമായ മ്യൂസിയവുമെല്ലാം അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മെ പലപ്പോഴും ഓർമ്മിക്കുന്നു. ഈ കാസിലിനകത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ മ്യൂസിയത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവിഷ്കാരമെല്ലാം ഒരു മിനിയേച്ചർ രൂപമെന്ന കണക്ക് നമ്മെ അനുഭവിപ്പിക്കാൻ പ്രാപ്തമായ രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ യാത്ര നമ്മെ ചെയ്യുമ്പോൾ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ജീവിതശൈലിയുടെ ഒരു ഏകദേശ ധാരണകളും നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്.
മ്യൂസിയത്തിനകത്തുകൂടിയുള്ള യാത്രകളും വളരെ വളരെ കൂടുതൽ അറിവുകൾ, വളരെ കൂടുതൽ വിജ്ഞാനത്തിന് ഉതകുന്ന ലേഖനങ്ങളെ കൊണ്ടും ആർട്ടുകൾ കൊണ്ടുമെല്ലാം നമ്മെ അനുഭവിപ്പിച്ചറിയിക്കുന്നു. ഡോവർ കാസലിലെ തുരങ്കങ്ങൾക്കകത്തുകൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിലുള്ള പട്ടാളക്കാരുടെ അതല്ലെങ്കിൽ അന്നത്തെ സോൾജേഴ്സിൻ്റെ ജീവിത രീതികളെപ്പറ്റിയും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പറ്റിയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പറ്റിയും അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്തെപ്പറ്റിയും അവരെങ്ങനെ അവരുടെ ജീവിതശൈലി അവിടെ രൂപപ്പെടുത്തി എന്നതിനെപ്പറ്റിയും യുദ്ധങ്ങൾക്ക് വേണ്ടി അവരെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നതിനെപ്പറ്റിയും അതിനുമപ്പുറത്തേക്ക് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ജീവിതം എന്ത് എന്നതിനെപ്പറ്റിയും എല്ലാമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഡോവർ കാസലിനെ എനിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനമോ അതിൻ്റെ ചരിത്രത്തിലുള്ള നേട്ടങ്ങളോ സംഭാവനകളോ അതിനും അപ്പുറത്തേക്ക് അതിൻ്റെ ആ വശ്യ സൗന്ദര്യമാണ്. ഒരു ഭാഗത്ത് നീണ്ടു നിവർന്ന ഇംഗ്ലീഷ് ചാനലും അതിന് പിന്നിലായി മലനിരകളും എല്ലാം ചേർത്ത ഒരു കാൽപ്പനിക ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് എനിക്ക് ഡോവർ കാസലിനെ കാണാൻ തോന്നുന്നു.